നമ്മളെ വ്യക്തിപരമായി വിമർശിക്കുക. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം അത് മാധ്യമങ്ങൾ എടുക്കാമോ? നമ്മളൊരു ജാഥ നടത്തുന്നു, ഞങ്ങളതിൽ പങ്കെടുക്കുന്നു, അദ്ദേഹം UDF-ലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ UDF ചെയർമാനായി ഞാനെങ്കിലും അറിയണ്ടേ? മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കും. ഞാൻ UDF ചെയർമാനാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. വലിയൊരു പൊട്ടിത്തെറി LDF-ൽ ഉണ്ടാക്കി പുറത്തു കടന്ന നേതാവാണ് PV അൻവർ. പിന്നീട് പരക്കം പാച്ചിൽ പലതും നടത്തി അദ്ദേഹം. നിരവധി പ്രസ്ഥാനങ്ങളെ കണ്ടു. ഒടുവിൽ DMK രൂപീകരിച്ച DMK-യുടെ MLA ആയി ഇപ്പോൾ നിയമസഭയിലിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ DMK എന്ന തൻ്റെ പാർട്ടിയെ 2026 അധികാരത്തിലെത്താൻ സാധ്യതയേറെയുള്ള UDF-ലേക്ക് ലയിപ്പിക്കാം, അല്ലെങ്കിൽ തൻ്റെ അണികളും പ്രവർത്തകരുമായി കോൺഗ്രസിലേക്ക് ചേക്കേറാൻ പോകുന്നു PV അൻവർ എന്ന വാർത്തകൾ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന കാര്യത്തിൽ പല ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗിന് PV അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ വലിയ സന്തോഷമേ ഉള്ളൂ എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഒരു ഭാഗത്ത്. VD സതീശനൊഴികെ കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞു PV അൻവർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് പറഞ്ഞ വാർത്ത മറ്റൊരു ഭാഗത്ത്. എന്നാൽ ഇതിൽ കൃത്യമായ ഒരു മറുപടി നൽകേണ്ടത് പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശനാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. PV അൻവർ കോൺഗ്രസിലേക്ക് വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മറുപടി VD സതീശൻ നൽകുന്നത് ഇങ്ങനെയാണ്. അതായത് PV അൻവർ UDF-ലേക്ക് PV അൻവർ UDF-ലേക്ക് PV അൻവർ നടത്തുന്ന ജാഥയിൽ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റുമാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും പങ്കെടുക്കും. ഞാൻ UDF ചെയർമാനാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വാർത്തയാണ്, ഭയങ്കര വാർത്തയാണ്, ബ്രേക്കിംഗ് ന്യൂസ്, ബിഗ് ബ്രേക്കിംഗ്. അതിന്റെ ഏതെങ്കിലും DCC പ്രസിഡന്റുമാർ ആ ജാഥയിൽ പോയോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആ ജാഥയിൽ പോയോ? ഏതെങ്കിലും UDF നേതാക്കന്മാർ ആ ജാഥയിൽ പോയോ? ഇന്നലത്തെ രാവിലത്തെ വാർത്തയാണ്. ഇപ്പം എന്നെ 100 കണക്കിന് ആളുകൾ വിളിക്കുകയാണ്, ഇത് എന്താണെന്ന് ചോദിക്കുക. UDF-ൽ എടുത്തോ? UDF ചെയർമാനായ ഞാൻ അറിയാതെ നിങ്ങളെടുത്തു. നിങ്ങളെന്ന് പറഞ്ഞാൽ ആ വാർത്ത പ്രസിദ്ധീകരിച്ച ആ സ്ഥാപനം പുള്ളിയെ UDF-ൽ എടുത്തു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഇപ്പൊ നമുക്കെതിരായിട്ട് എന്തോരം വാർത്തകൾ വരുന്നു. ഞാൻ അതിലൊന്നും അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ആളല്ല. നമുക്കെതിരായി ഏത് വാർത്ത വരണമെങ്കിൽ എനിക്ക് അയച്ചുതരാൻ പറയും. എന്നിട്ട് ഞാൻ നോക്കും. ചിലപ്പോൾ അനുകൂലമായി വന്ന വാർത്ത കാണാറില്ല, നല്ല വാർത്തയൊന്നും വരുന്നത് കാണാറില്ല. പ്രതികൂലമായി വരുന്ന വാർത്ത കാണും. ശരിയാണോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മുടെ കുഴപ്പമാണോ അല്ല അവരുടെ കുഴപ്പമാണോ എന്ന് നമ്മൾ നോക്കും, അത് പരിശോധിക്കും. നമ്മളെ വ്യക്തിപരമായി വിമർശിക്കുക. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനം അത് മാധ്യമങ്ങൾ എടുക്കാമോ? UDF എടുക്കേണ്ട തീരുമാനം ഞങ്ങളല്ലേ എടുക്കേണ്ടത്? നിങ്ങൾ എടുക്കാൻ പോയാലോ? ഇല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുന്നു എന്നെങ്കിലും പറയണ്ടേ? അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അതൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളൊരു ജാഥ നടത്തുന്നു, ഞങ്ങളതിൽ പങ്കെടുക്കുന്നു, അദ്ദേഹം UDF-ലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ UDF ചെയർമാനായി ഞാനെങ്കിലും അറിയണ്ടേ? നിങ്ങൾ ആലോചിച്ചാൽ മതി. ക്രെഡിബിലിറ്റിയാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത്. ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യതയാണ്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ നാളെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ മാറ്റി പറഞ്ഞാൽ ആർക്കാ കുഴപ്പം? എൻ്റെ ക്രെഡിബിലിറ്റി അല്ലേ പോവുള്ളൂ. നിങ്ങൾക്കൊരു കുഴപ്പം പറ്റില്ല.